back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റായിട്ട് ഒരു സ്റ്റേജിൽ കയറിയപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ കിളികൾ ഒന്നിനും സമ്മതിക്കില്ല. നിങ്ങൾ ആ കിളികളായിട്ട് കാര്യമാക്കട്ട. ഇത് ഏകദേശം ഒരു 1 year ആവാറായി. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഡാൻസ്. അപ്പോൾ ഡാൻസിൻ്റെ പേര് കണ്ണാടിക്കോടുകൂട്ടിയാണ് കേട്ടോ. നമുക്ക് അപ്പോൾ ആ കട്ടൻ ഇങ്ങോട്ടുള്ള ആ ഒരു സംഭവം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ആ സെൻറ്ററിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴ ഉണ്ട് ഗൈസ്. അപ്പോൾ നിന്നുള്ള അവിടെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സെൻറ്ററിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് നേരം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ അതിൽ കാണാമായിരുന്നല്ലോ ഒരു ഷോൾ പെട്ടെന്നൊന്ന് കയ്യിൽ നിന്ന് പോയൊരു കുട്ടി. അതായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് ആ കട്ടപ്പത്തെ സംഭവമൊക്കെ മേളിലോട്ട് ഇങ്ങനെ പൊങ്ങിയപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, തെറ്റോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഈ എൻ്റെ കൂടെ കളിച്ച ഫ്രണ്ട്സിൻ്റെയും പേരൻസൊക്കെ പറയുന്നുണ്ടായിരുന്നു, റോസാപ്പൂ പോയാലും ഷോള് പോയാലും പേടിക്കാതെ കളിക്കണം, അതെടുക്കാൻ നിൽക്കില്ലേന്ന്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തലേന്ന് റോസാപ്പൂ പോയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ ഡാൻസ്. അപ്പോൾ ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഡാൻസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡാൻസ് ടീച്ചർ വന്നിട്ട് നമ്മൾക്ക് കോൺഫിഡൻസ് ഒക്കെ തന്നിട്ടാണ് പോയത്. പേടിക്കാതെ ഒന്ന് കളിക്ക്, ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്മോക്ക് വന്നു കേട്ടോ. സ്മോക്ക് വന്ന് അങ്ങ് മണ്ടേ കയറി നമുക്കൊക്കെ ശരിക്കും ചുമയൊക്കെ പിടിച്ച് 2 ദിവസം സ്കൂളിൽ പോയതായിരുന്നു ഞാൻ. എൻ്റെ ഫ്രണ്ട്സിനും അതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളെ ഡാൻസ് ടീച്ചറിൻ്റെ പേര് ശ്രീകുട്ടി ടീച്ചറൊന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നമ്മുടെ ശ്രീകുട്ടി ടീച്ചർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ പേര് ദർശന ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടുമ്പോഴാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇനി ഈ ഒരു ഭാഗത്തും അവിടെ എൻ്റെ ആ ഒരു സർക്കിളായപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഷോള് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ടിരുന്നത് ഒരു വെള്ള ബ്ലൗസും ഗോൾഡ് കളർ സ്കേർട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഗോൾഡ് കളർ സ്കേർട്ടായിരുന്നു, പിന്നെ ഒരേപോലത്തെ ഷോളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഫ്രണ്ടിൽ സെൻറ്ററിൽ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മുടെ കളർ വന്നിട്ടുള്ളത് ബ്ലൗസ് മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയെല്ലാം ഗോൾഡ് സ്കേർട്ട് തന്നെയാണ്. ബ്ലൗസ് റെഡ് വൈറ്റ് ഗ്രീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ. പിന്നെ ആയപ്പോൾ എൻ്റെ പേടിയെല്ലാം മാറി. പേടി മാറിയപ്പോൾ എനിക്ക് ആകെ ഒരു ഇറിറ്റേറ്റ് ആയിട്ടുള്ള കാര്യമാണ് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു സ്മോക്ക് വന്ന കാര്യമാണ് കേട്ടോ ഗൈസ്. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് ഇതുപോലെ തന്നെ സ്റ്റേജിൽ കയറി കിളി പോയ ഒരവസ്ഥ വന്ന കൂട്ടുകാരുണ്ടോ? പെട്ടെന്ന് എല്ലാവരെയും നോക്കിയപ്പോൾ നല്ലൊരു പേടിയുണ്ടായിരുന്നു, തെറ്റോ എന്നൊക്കെ. കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ അവിടെ എൻ്റെ ഉമ്മയും അനിയനൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അരമത്തൊക്കെ നോക്കി ചിരിച്ചടക്കാണ് ഞാൻ നിന്നത് ഗൈസ്. ഇപ്പോഴും ഇവിടെ മഴ തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു 1 year ഒക്കെ ആവാറായി. ഇത് ഞാൻ 4th സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ ഉള്ളതായിരുന്നു കേട്ടോ. ആനുവൽ ഡേക്ക് ആയിരുന്നു. ഇത് നമ്മുടെ സ്കൂളിലെ ഓഡിറ്റോറിയം തന്നെയാണ്. ഇതിൽ സെക്കൻഡാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഗൈസ്, മഴ അല്പം കുറഞ്ഞിരുന്നു, വീണ്ടും നല്ല കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഫസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ആ ഫസ്റ്റ് തന്നെ. അപ്പോൾ അവിടെ എല്ലാവർക്കും നമ്മുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് കൊളയായതായിട്ട് തോന്നിയത് ആ ഒരു സമയത്ത് എൻ്റെ ഷോൾ കയ്യിൽ നിന്ന് പോയപ്പോഴായിരുന്നു. അപ്പോൾ അത് ഇതിൽ ഞാൻ സെൻറ്ററിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. സ്പീഡ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ എനിക്ക് സെൻറ്ററിൽ നിൽക്കാൻ പറ്റിയത് ഓർക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത എൻ്റെ ആനുവൽ ഡേ ഇനി ആവാൻ അധികം നാളൊന്നുമില്ല കേട്ടോ. ഇനി അപ്പോഴെന്ത് ഗതിയാകുമോ എന്തോ. അപ്പോഴിതേ സ്മോക്ക് വന്നാൽ എൻ്റെ കഥ കഴിഞ്ഞു. ഈ ഒരു ഇതാൽ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഞാൻ ഇച്ചിരി ലേറ്റിലായി പോയി. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.